ശ്യാമേ, ഒരു ഇടുക്കിക്കാരൻ, പുള്ളിയുടെ പ്രധാനപ്പെട്ട തൊഴിലെന്ന് പറയുന്നത് വാറ്റായിരുന്നു. പക്ഷേ ഇപ്പോൾ പുള്ളി KGF-ലെ റോക്കി ബായിയെ പോലെ സൗത്ത് ഇന്ത്യയിലെ ഒരു ഡോണാണ്. അദ്ദേഹത്തിൻ്റെ പേര് ഷാജി. ഗുണ്ടകളുടെ ശാസ്ത്രീയ നാമമാണ് ഷാജി എന്ന് നമ്മുടെ ബെസ്റ്റ് ആക്ടർ സിനിമയിൽ നമ്മുടെ ലാല് പറയുന്നത് പോലെ ഈ ഗുണ്ടകൾക്കെല്ലാം, അപ്പോൾ അതെനിക്കൊരു ഡൗട്ട്, എന്താ ഈ ഗുണ്ടകൾക്കെല്ലാം ഷാജി എന്ന്, അണലി ഷാജി, ഓന്ത് ഷാജി, ആസിഡ് ഷാജി, അങ്ങനെയൊക്കെ ഷാജി എന്ന് പേരുള്ള അദ്ദേഹം ഇടുക്കിയെ വിറപ്പിച്ചു കഴിഞ്ഞ ശേഷം സൗത്ത് ഇന്ത്യയെ വിറപ്പിക്കാനായിട്ട് ചെന്നതാണ്. വലിയ മയക്കുമരുന്ന് ഡോണായി. പക്ഷെ ഈ മയക്കുമരുന്ന് ഡോൺ ഞാൻ കഴിഞ്ഞ ദിവസം പിടിച്ചു. മധുരയിൽ ഇട്ടാണ് തമിഴ്നാട് പോലീസ് നമ്മുടെ എൻഫോഴ്സ്മെന്റും പിടിച്ചത്. അങ്ങനെ മൂർഖൻ ഷാജി, അങ്ങനെ മൂർഖൻ ഷാജി നിർക്കോലി ഷാജിയായ ഒരു കഥയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത്. എന്താണ് ഷാജിയുടെ മറ്റു വിശേഷങ്ങൾ? ഷാമിന് പരിചയപ്പെട്ടു അല്ലെ? എല്ലാ ഗുണ്ടകളെ പരിചയമുണ്ടല്ലോ. ഇത് പിന്നെ ഇടുക്കി അടിമാലിക്കാരനാണ് ഷാജിമോൻ. ഷാജിമോന്റെ പ്രായം ഇപ്പോൾ 51 വയസ്സുണ്ട്. 5 വർഷം മുമ്പ് മുങ്ങിയതാ. സീനിയർ ഡോണാ. 5 വർഷം മുമ്പ് മുങ്ങി. ഇയാൾക്ക് പിന്നെ നമ്മുടെ ഹൈക്കോടതി ജാമ്യം കൊടുത്തായിരുന്നു. ജാമ്യം കൊടുത്തപ്പോൾ എക്സൈസ് ഹാഷിഷ് ഓയിൽ കേസിൽ ജാമ്യം കിട്ടി, ജയിലിൽ കിടക്കവേ ജാമ്യം കിട്ടി. അപ്പോൾ എക്സൈസ് എൻഫോഴ്സ്മെന്റ് എന്ത് ചെയ്തു വെച്ചാൽ സുപ്രീം കോടതിയിൽ പോയി. സുപ്രീം കോടതി NDPS കേസിന് ഒരു പ്രത്യേകതയുണ്ട്. അതിൽ 180 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിച്ചാൽ ജാമ്യം കിട്ടില്ല. ഈ എക്സൈസ് എൻഫോഴ്സ്മെന്റ് ഇത് പറഞ്ഞ് സുപ്രീം കോടതിയിൽ പോയി. സുപ്രീം കോടതി പോയപ്പോൾ സുപ്രീം കോടതി ഈ ഷാജിമോന്റെ ജാമ്യം അങ്ങ് റദ്ദാക്കിയപ്പോൾ ഷാജിമോൻ മുങ്ങി. 5 വർഷമായി ഈ ഷാജിമോനെ കിട്ടിയിട്ടില്ല, മുങ്ങിയേക്കുമായിരുന്നു. ഇന്നലെ മധുര ധാരാപുരത്ത് വെച്ച് എക്സൈസിന്റെ എൻഫോഴ്സ്മെന്റ് അവരുടെ തമിഴ്നാട് CBCIDയും കൂടെ ഷാജിമോനെ പൊക്കി ഓടിച്ചിട്ടൊക്കെയാണ് പിടിച്ച്. അതിന്റെ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. ഒരു മൂർഖൻ എന്നുള്ള പേര് അന്വർത്ഥമാക്കിക്കൊണ്ടൊരു കുറ്റിക്കാട്ടിനകത്ത് നിന്നാണ് ഈ ഷാജിമോനെ പൊക്കി. ഷാജിമോൻ വീണു, അതുകൊണ്ടാണ് പിടിച്ചത്. ഈ ഷാജിമോന്റെ കഥ എന്ന് പറയുന്നത് ഭയങ്കര കഥയാണ്. ഇത് ഇടുക്കി അടിമാലിക്കാരനായിട്ടുള്ള ഷാജിമോൻ അവിടുത്തെ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ വ്യാജവാറ്റായിരുന്നു. വ്യാജവാറ്റിൽ അങ്ങനെ നല്ല വാറ്റ് വ്യാജവാറ്റൊന്നും ഇല്ലല്ലോ, എല്ലാം വ്യാജമല്ലേ? അതെ അതെ, വാറ്റായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന കലാപരിപാടിയായിട്ട് ഉണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കെ ഒരു കൊലക്കേസ് പ്രതി ഇയാളുടെ വാറ്റ് കേന്ദ്രത്തിൽ ഒളിവിൽ വന്നു, ഒളിവിൽ കഴിഞ്ഞു. അങ്ങനെ ഇയാൾ എല്ലാ സഹായവും ഈ കൊലക്കേസ് പ്രതിക്ക് ചെയ്തു കൊടുത്തു. അങ്ങനെ ഈ കൊലക്കേസ് പ്രതി ഇയാളെ തൂത്തുക്കുടിയിലെ ഈ ഹാഷിഷ് ഓയിൽ കടത്തുകാരുമായി ബന്ധപ്പെടുത്തി. തൂത്തുക്കുടിയിലെ അതോടുകൂടി ഷാജിമോൻ തൂത്തുക്കുടി കേന്ദ്രീകരിച്ച് കളി തുടങ്ങി. തൂത്തുക്കുടി, ഡിണ്ടിഗല്, മധുര, കൊടൈക്കനാല്, ആന്ധ്ര ഇങ്ങനെയുള്ള മേഖലകളിലാണ് ഈ ഷാജിമോന്റെ കളി മൊത്തം ഇരിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ കളി പിന്നിരിക്കുന്ന ദന്തേവാഡയിലാണ്, ഛത്തീസ്ഗഡ്. ഇതിൽ ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ് ഇങ്ങനെയുള്ള മേഖലകളിലേക്ക്, നക്സൽ മേഖലകളിലേക്ക്, ആന്ധ്രയിലെ അടക്കം നക്സൽ മേഖലകളിലേക്ക് ഇദ്ദേഹം കടന്നുകൂടി. ഇതുവഴിയുള്ള ബന്ധങ്ങൾ വഴിയാണ് ഈ ഹാഷിഷ് ഓയിൽ വ്യാപകമായി ഇവിടെ നിന്നും തൂത്തുക്കുടി തുറമുഖം വഴി ഇത് കടത്തിക്കൊണ്ടിരിക്കുക. ആന്ധ്രയിൽ നിന്ന് ഇവിടേക്ക് കൊണ്ടുവരും, ഇവിടെ നിന്ന് തൂത്തുക്കുടി കൊണ്ടുപോകും, തൂത്തുക്കുടിയിൽ നിന്ന് ഇത് കടത്തും. ഇതാണ് ഷാജിമോന്റെ പ്രധാന പരിപാടി. ലോക്കൽ ഡ്രഗ് ആണല്ലേ? ഇത് ഉണ്ടാക്കിയെടുക്കുന്നതാണ്, സിന്തറ്റിക് ഡ്രഗ് അല്ലല്ലോ. അല്ലല്ല, ഇത് ഉണ്ടാക്കിയെടുക്കുന്ന സാധനം. അപ്പോൾ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ ഇരിക്കെ ഈ കൊലയാളിക്ക് ഒരു സംശയം, ഈ കൊലക്കേസിലെ പ്രതിക്ക് ഒരു സംശയം. ഇയാൾ അഭയം കൊടുത്ത ഇയാൾ അഭയം കൊടുത്ത കൊലക്കേസ് പ്രതിക്ക് ഒരു സംശയം, ഷാജിമോൻ തന്നെ പറ്റിക്കുമോ, വഞ്ചിക്കുമോ എന്നൊരു ഭയം. അങ്ങനെ ഇരിക്കെ അത് തെളിയിക്കുന്നതിന് വേണ്ടി, അത് ഉറപ്പാക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിന്റെ ഒരു കയ്യാളെ ഈ ഷാജിമോന്റെ അടുത്ത് വിട്ടു. എന്നിട്ട് ഈ ഷാജിമോനോടിരുന്ന് സംസാരിക്കവേ ഈ കയ്യാള് മറ്റേയാളെ ചതിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും മറ്റേയാളെ തീർത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന കാര്യങ്ങളെക്കുറിച്ചും സംസാരിച്ചു. അത് ശരി, പ്ലാനിങ്. ഇയാൾ തന്നെയാണ് വിട്ടത്. സാധാരണ ഈ കാമുകന്മാരോട് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, അറിയാമോ? കാമുകന് തന്നോട് യഥാർത്ഥത്തിൽ സ്നേഹമുണ്ടോ എന്നറിയാൻ കാമുകി തന്റെ ഒരു ഗേൾഫ്രണ്ട്, തന്റെ കൂട്ടുകാരിയെ പറഞ്ഞ് കാമുകിന്റെ അടുത്ത് വിടും. ചേട്ടാ അവളെ വിട്ടാരെ, എനിക്ക് ചേട്ടനെ ഇഷ്ടമാണ്, നമുക്ക് സെയിം ടെക്നിക്ക്, ചരിത്രാതീത കാലം മുതൽ ബാക്കി. അപ്പോ ഈ സമയത്ത് ഇദ്ദേഹത്തിന്റെ ഫോൺ ഓണായി കിടക്കുമായിരുന്നു, കോള്. അതായത് മറ്റേ കൊലയാളി ഇത് കേട്ടുകൊണ്ടിരിക്കുക. മനസ്സിലായി. അപ്പോൾ ഈ ഷാജിമോൻ സംസാരിക്കുന്നത് കൊലയാളി കേട്ടു. അതോടുകൂടി ഷാജിമോൻ പിന്നെ എഗ്രി ചെയ്തു, ഇത് അംഗീകരിച്ചു, മറ്റേയാളെ തീർക്കാനുള്ള തീരുമാനം എടുത്തു. ഇവർ രണ്ടുപേരും കൂടെ അത് മറ്റേയാള് ഫോണിൽ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു.
അങ്ങനെ ഷാജിമോനെ തീർക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. ഷാജിമോന്റെ കഥ അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു. മൂർഖനെ അടിച്ചു കൊല്ലാൻ വേണ്ടി തീരുമാനിച്ചു. അത് ഷാജിമോന് മനസ്സിലായി. ഷാജിമോൻ മനസ്സിലായി, ഐ ആം ട്രാപ്ഡ്. ഷാജിമോൻ കേരള പോലീസിന് കൊലക്കേസ് പ്രതിയെ ഒറ്റി. അത് ശരി. കേരള പോലീസിന് ഒറ്റ കൊടുത്തു. ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുന്നേ കൊലക്കേസ് പ്രതി അതോടുകൂടി അകത്തായി. ഈ കൊലക്കേസ് പ്രതി കഴിഞ്ഞ ഏപ്രിലിൽ ജാമ്യത്തിലിറങ്ങി. അയ്യോ, കേട്ടിട്ട് എനിക്ക് എന്നെ പേടിയാവുന്നു. ജാമ്യത്തിലിറങ്ങിയ ഈ കൊലക്കേസ് പ്രതി അപ്പോഴത്തേക്ക് ഷാജിമോന്റെ സാമ്രാജ്യം വളരെ വളർന്നു. ഷാജിമോൻ വലിയൊരു ഡോണായി. മയക്കുമരുന്ന് ഡോണാണ്. മൂർഖൻ എന്ന് പറയുന്നത് ഈ പറയുന്ന നമ്മുടെ ഈ ദക്ഷിണേന്ത്യയിലെ ഒരു ഡോണാണ്. ഇതിന്റെ ഈ ഹാഷിഷ് ഓയിൽ കടത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഡോൺ തന്നെയാണ്. ഈ നക്സൽ മേഖലയിലെ ബന്ധങ്ങൾ കാരണം ഇയാളെ പിടിക്കാൻ പറ്റുന്നില്ലായിരുന്നു. പോലീസ് എക്സൈസിന് പിടിക്കാൻ പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ ഇറങ്ങിയ പ്രതി ഇക്കഴിഞ്ഞ മെയ്യിൽ ഡിണ്ടിഗൽ വെച്ച് തട്ടിക്കൊണ്ടുപോയി ഷാജിമോനെ തട്ടിക്കൊണ്ടുപോയോ? ഇത്രയും വലിയ ഡോണിനെ തട്ടിക്കൊണ്ടുപോയി. അവരുടെ അറിയാമോ? പേര് അറിയില്ല. ഇത് വലിയ എക്സൈസിൽ നിന്ന് വന്ന കഥയാ. തട്ടിക്കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ച് ആന്ധ്രയിലുള്ള 1 കോടി വരുന്ന മയക്കുമരുന്നും ഷാജിമോന്റെ പണവും ഇവർ തട്ടിയെടുത്തു. അപ്പൊ കൊലക്കേസ് പ്രതി ഷാജിമോനെ പഞ്ഞിക്കിട്ട് ഷാജിമോന്റെ സാമ്രാജ്യത്തിൽ നിന്ന് കാര്യങ്ങളൊക്കെ കവർ. അത് കഴിഞ്ഞിട്ട് ഒരു കണ്ടെയ്നറിൽ ഒളിപ്പിച്ചിരിക്കുന്ന, ഇത് സിനിമയ്ക്ക് പറ്റിയ കഥയാ, കണ്ടെയ്നറിൽ ഒളിപ്പിച്ചിരിക്കുന്ന ഹാഷിഷ് ഓയിൽ പിടിച്ചെടുക്കുന്നതിന് വേണ്ടി ശ്രീരംഗത്ത് കൊണ്ടുപോയിരുന്നു. ഷാജിമോനെയും കൊണ്ടുവന്ന് ശ്രീരംഗത്ത് കൊണ്ടുവന്ന് ഒരു വീടിനുള്ളിൽ ഒരു കെട്ടിടത്തിന് മുകളിലെ വീടിന്റെ 2ാമത്തെ നിലയിൽ കെട്ടിയിട്ടു. ഷാജിമോനെ കെട്ടിയിട്ടിരുന്നു. ഇനി 2ാമത്തെ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി ആന്ധ്രയിൽ അവർ കണ്ടെടുത്തു. പിന്നെ 2ാമത്തെ കണ്ടെടുക്കാൻ ഇതിനിടയിൽ ഷാജിമോൻ വിദഗ്ധമായി ആ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ചാടി രക്ഷപ്പെട്ട് അപ്പൊ ഇവന്മാര് പുറകെ ഓടി ശ്രീരംഗത്ത് വെച്ച് ഫൈറ്റായി. ഇവർ തമ്മിലുള്ള വലിയ ഫൈറ്റ് നടന്നു. അവിടെ വെച്ച് ശ്രീരംഗം പോലീസ് ഷാജിമോനെ പിടിച്ചു. അന്ന് ഷാജിമോന് പരിക്കുണ്ടായിരുന്നു. അവിടെ കൊണ്ടുപോയി നല്ലവരെ മർദ്ദിച്ചിരുന്നല്ലോ. എന്നിട്ട് ആശുപത്രിയിൽ കൊണ്ടുവന്ന് ആശുപത്രിയിൽ കൊണ്ട് അഡ്മിറ്റ് ചെയ്തിരിക്കെ അവിടുന്ന് ഷാജിമോൻ മുങ്ങി. അവിടുന്ന് ചാടിപ്പോയ ഷാജിമോനെയാണ് ഇന്നലെ ഒറ്റിന്റെ പുറത്ത് കിട്ടിയിരിക്കുന്നത്. ഇന്നലെ ഒറ്റിയത് ഈ കൊലക്കേസ് പ്രതിയെ. ഷാജിമോനെ ഇന്നലെ ധാരാപുരത്തുണ്ട് എന്നുള്ള വിവരം ഈ കൊലക്കേസ് പ്രതി എക്സൈസിന് ഒറ്റുകൊടുത്തു. അങ്ങനെയാണ് എക്സൈസിന്റെ എൻഫോഴ്സ്മെന്റും തമിഴ്നാട് പോലീസും കൂടി ഇന്നലെ ഷാജിമോനെ. ഇത് എത്ര റിസോർട്ട് എന്നറിയാമോ തമിഴ്നാട്ടിൽ? 10 റിസോർട്ട്, 8 വീട്. കഴിഞ്ഞതിന്റെ അങ്ങേ മാസം എക്സൈസിന് വിവരം കിട്ടി കൊടൈക്കനാലിൽ 9 ഏക്കർ ഭൂമി ഷാജിമോന്റെ പേരിൽ രജിസ്റ്റർ ചെയ്തു. അങ്ങനെ ആ അറിവ് പ്രകാരം എക്സൈസ് അവിടെ എത്തിയപ്പോൾ അവിടുന്ന് മുങ്ങി. ഈ എക്സൈസ് പലതവണയാണ് ഷാജിമോൻ, ഏതാണ്ട് 5 വർഷമായിട്ട് ഷാജിമോന്റെ പുറകെ ഉണ്ട്. ഇവിടെ ഈ എക്സൈസിന്റെ എൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത് ഭയങ്കര സ്ട്രോങ് ആണ്. എൻഫോഴ്സ്മെന്റ് ടീം അവർ ഇങ്ങനെ ഒരുത്തനെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ, ഒരുത്തൻ ഇവരുടെ കയ്യിൽ നിന്ന് ചാടി പോയിട്ടുണ്ടെങ്കിൽ അവനെ ഏത് വിധേനയും ഇവർ കണ്ടുപിടിക്കും. പോലീസിനെ പോലല്ല, പോലീസ് അവനെ കിട്ടുമ്പോൾ കിട്ടട്ടെന്ന് വിചാരിക്കും. അവൻ എപ്പോഴെങ്കിലും അവൻ ഇറങ്ങിത്തിരിഞ്ഞ് നമ്മുടെ കയ്യിൽ തന്നെ വരും എന്ന് വിചാരിക്കും. പക്ഷേ ഈ എൻഫോഴ്സ്മെന്റ് അങ്ങനല്ല, എക്സൈസിന്റെ അവർ പുറകേ പോകും. അവൻ എങ്ങോട്ട് പോകുന്നോ, ഇനി 10 കൊല്ലം കഴിഞ്ഞാലും അവനെ അന്വേഷണം ഇവർ അവസാനിപ്പിക്കത്തില്ല. അവന്റെ ടവർ ലൊക്കേഷൻ എടുക്കും, അവന്റെ പുതിയ വീടുകൾ കണ്ടുപിടിക്കും, അവന്റെ പുതിയ ഭാര്യയെ കണ്ടുപിടിക്കും, തപ്പിയെടുക്കും. ഇവന്മാർ പോകുന്നിടത്തൊക്കെ വിവാഹം കഴിക്കുമല്ലോ. എവിടെയെങ്കിലുമൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ പോയി വിവാഹം കഴിക്കും, അവിടെ ഒരു കുടുംബം ഉണ്ടാക്കിയെടുക്കും. കാരണം അവന് ഇപ്പൊ തന്നെ കോടികൾ, ഏതാണ്ട് കോടിക്കണക്കിന് 100 കോടിയിലധികം രൂപ പണം, ലിക്വിഡ് മണി അവന്റെ കയ്യിലുണ്ടെന്നാണ്. പക്ഷെ എവിടെയാണെന്ന് എൻഫോഴ്സ്മെന്റ് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ഈ പണം കിട്ടുന്നതിന് വേണ്ടിയാണ് മറ്റോൻ ഷാജിമോനെ തട്ടിക്കൊണ്ടുപോയത്. ലിക്വിഡ് മണിയാണ്, ഇത് കയ്യിലുണ്ട്. എവിടെ നിന്ന് കിട്ടിയതാ ഈ കച്ചവടം? ഹാഷിഷ് ഓയിൽ കച്ചവടം നടത്തി കിട്ടിയതാണ്. ഹാഷിഷ് ഓയിൽ കള്ളപ്പണം വല്ലതാണോ? അല്ലല്ല, ഇത് പിന്നെ മയക്കുമരുന്നിന്റെ കച്ചവടമല്ലേ. മയക്കുമരുന്നിന്റെ കച്ചവടം എന്ന് പറഞ്ഞാൽ ചെറിയ കണ്ടെയ്നർ കടത്തുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമാണ്. നമ്മൾ 5 രൂപയുടെ സഞ്ചിക്ക് വിൽക്കുന്ന സാധനം, സഞ്ചിക്ക് കൊണ്ടുപോകുന്ന സാധനമൊന്നും അല്ലല്ലോ. ഇത് കണ്ടിട്ടുണ്ടോ ഈ സാധനം? ഹാഷിഷ് ഓയിൽ ഞാൻ കണ്ടില്ല. ഇത് നമ്മൾ ഒരു പ്രാവശ്യം ഇവിടെ ട്രിവാൻഡ്രത്ത് പിടിച്ചു വ്യാപകമായിട്ട്. അതിനെപ്പറ്റി കഞ്ചാവിനെ കുറിച്ച് അറിയാം, ഞാനത് കണ്ടിട്ടുണ്ട്. ഞാൻ റിപ്പോർട്ടറൊക്കെ ആയിരിക്കുമ്പോഴേ ഇവിടെ നമ്മുടെ ഇവിടെ കണ്ണേറ്റ് മുക്കി വെച്ച് തന്നെ പിടിച്ച ഓർമ്മയുണ്ടോ? കണ്ണേറ്റ് മുക്കില് ഇവൻ കഞ്ചാവ് മേടിക്കാൻ വന്നതാ. അപ്പൊ പോലീസ് വന്ന് വട്ടം നിന്നു. ഞാൻ അതുവഴി പോവുകയായിരുന്നു, വലിയൊരു ബഹളം. അപ്പൊ ഇവനാണെങ്കിൽ പിടിച്ച്
വണ്ടിക്കകത്ത് ഇരുത്തിയിരിക്കുന്നു. അപ്പോൾ ഒരു മാധ്യമപ്രവർത്തകൻ കൊണ്ട് ബൈറ്റ് വെച്ചു. അപ്പോൾ ഉടനെ അവൻ പറയുകയാണ്, എന്നെ പിടിച്ചു വെച്ചിരിക്കുകയാണ്, എനിക്കറിയില്ല, ഞാൻ ഡോഗിന് ഫുഡ് വാങ്ങിക്കാൻ വന്നതാണ്. ഡോഗിന് ഫുഡ് വാങ്ങിക്കാൻ വന്നതാണ്. സ്ത്രീ ഉണ്ടായിരുന്നു, ഞാൻ അവിടെ നിൽക്കുകയാണ്. തൊട്ടപ്പുറത്ത് നിൽക്കുന്നവൻ ഒന്നും മിണ്ടുന്നില്ല. ഞാൻ ഡോഗിന്, മാധ്യമപ്രവർത്തകൻ ചോദിക്കണേ, നീ ഡോഗിന് ഫുഡ് വാങ്ങിക്കാൻ എന്താടാ കഞ്ചാവുമായിട്ട് വരുന്നത്, കഞ്ചാവാണോ ഡോഗിന് കൊടുക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അതിന് കുറച്ച് മാധ്യമപ്രവർത്തക വിമർശനം കിട്ടി. ഞാൻ ചെറുക്കൻ പാവം എന്നൊക്കെ പറഞ്ഞു. അവൻ നമ്പർ 1 ഫ്രോഡായിരുന്നു. പച്ചത്തേന് അവൻ ഏതൊക്കെ സംഘടനയിലെ കൊണ്ടെന്ന് പറയുന്നു, എനിക്ക് ഉറപ്പില്ല, അതുകൊണ്ട് ഇപ്പൊ പറയണ്ട, ഞാൻ അവന്മാര് പരാതി കേട്ടു. അങ്ങനെ അത് കണ്ടിട്ടുണ്ട് കഞ്ചാവ്. ഇത് ഹാഷ് ഷോയിൽ ഞാൻ കണ്ടിട്ടില്ല. ഇത് ഒരു ദിവസം ഇവിടെ ട്രിവാൻഡ്രത്ത് പിടിച്ചപ്പോ ഇത് അവരുടെ കയ്യിൽ നിന്ന് തട്ടി വീണു തറയോയില്. അയ്യോ, എന്തിനാ ഇത് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത്? കഞ്ചാവിൽ നിന്നാണോ ഹാഷ് ഷോ? കഞ്ചാവിൽ നിന്നാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. കഞ്ചാവിന്റെ എണ്ണയാണ് കഞ്ചാവിന്റെ നിന്ന് മാറ്റിയെടുക്കുന്ന. ഭയങ്കര വിലയാണിത്. കഞ്ചാവിന്റെ വിലയൊന്നും അല്ല ഇതിന്, ഭയങ്കര വിലയാണ്. തിരുവനന്തപുരത്ത് ഒരു ദിവസം പിടിച്ചപ്പോൾ, തിരുവനന്തപുരത്താണോ എനിക്ക് തോന്നുന്നു എറണാകുളത്താണോ എന്ന് ഓർമ്മയില്ല, ഒരു എക്സൈസ് ഓഫീസിൽ തട്ടി വീണു. സ്മെല്ലായിരുന്നു അറിയാമോ? സ്മെല്ലടിച്ചാ നമുക്ക് ഇത് മയങ്ങുന്ന എനിക്ക് തോന്നുന്നത്. എനിക്ക് അതിനെ കുറിച്ച് കൂടുതലൊന്നും അറിയില്ല. ഇനി ഇത് പറഞ്ഞിട്ട് നാട്ടുകാർ ഒന്ന് കമന്റ് ചെയ്യില്ല, ഹാഷ് ഷോയില്ലാന്ന് പറയും. ഈ ഹാഷ് ഷോയിനെ കുറിച്ചുള്ള വാർത്തകൾ ഞാൻ കണ്ടിട്ടുണ്ട്. പണ്ട് ഞാൻ റിപ്പോർട്ടറായി. ഒരു ഗ്രീൻ നിറമാണ്, ഗ്രീൻ നിറമാണ് അത്. നമ്മുടെ ജനനേന്ദ്രിയത്തിൽ കുത്തിവെച്ച് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട് എന്ന് ഞാൻ പണ്ട് ചാനലിലുണ്ടായിരുന്നു. അപ്പൊ ഇൻവെസ്റ്റിഗേഷൻ വിങ് ഒരു വാർത്ത ചെയ്തു തൃശ്ശൂര്. അപ്പൊ ഈ ഹാഷ് ഷോയിൽ ജനനേന്ദ്രിയത്തിൽ കുത്തിവെച്ചിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. വല്ലാത്ത രീതി വൈകൃതങ്ങളാണ് ആൾക്കാർക്കുണ്ടല്ലോ. ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയ അല്ലേ അത്. അവിടെയൊക്കെ ഇഞ്ചെക്ട് ചെയ്യാൻ എങ്ങനെ പറ്റും? അതങ്ങനെ ഒരു അവിടെ ഒരു മുറിവേൽക്കുന്നതൊക്കെ ഇങ്ങനെ, എനിക്കൊന്നും ഇതൊക്കെ ഉപയോഗിക്കുന്നവർക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ലായിരിക്കും എന്നേ. ആയിരിക്കാം. നാക്കില് കുത്തുവെന്നൊക്കെ. ഇത് ആക്ച്വലി ശരീരത്തിൽ ഇഞ്ചക്ട് ചെയ്യുന്നതാണെന്നാണ് എനിക്ക് അറിയില്ല. അറിയാന്നുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു. ഞാൻ കണ്ടിട്ടുള്ളത് ഈ എന്നോട് ചില മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകളൊക്കെ ഉണ്ട്, ഇത് ഇങ്ങനെ ഇഞ്ചക്ട് ചെയ്യുന്നതാണ് അങ്ങനെയുള്ള സംഭവങ്ങൾ. ഇത് കൂടുതലും ഇരകളാണ് ഇതിന്റെ. അപ്പൊ ഷാജിമോനെ പിടിച്ചത് സന്തോഷം. കാരണം ഈ പിടിക്കപ്പെടുന്നതെല്ലാം ഈ 5-നും 10-നും ഇത് വിൽക്കാൻ നടക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവരല്ല യഥാർത്ഥത്തിൽ ഇതിന്റെ, അവരല്ല പിടിക്കേണ്ടത്. അത് ചെറിയ ചെറിയ അത് ഉപയോഗിച്ച് ഇതുപോലെയുള്ള യഥാർത്ഥത്തിലുള്ള ഏറ്റവും വലിയ റോളക്സ്മാരെ പിടിക്കണം. ഇന്നലെ ഉണ്ടല്ലോ മറ്റേ ഒരു പെൺകുട്ടി കേട്ടോ, അത് സ്ഥിരമായി ഇപ്പൊ ഈ ഇൻസ്റ്റയിലുണ്ട്. ആ കുട്ടിയെ അർജന്റായിട്ട് ഒരു കൗൺസിലിങ്ങിന് വിടേണ്ട ആവശ്യമുണ്ട്. പിന്നെ ഒരു പെൺകുട്ടി ഇടയ്ക്കിടയ്ക്ക് വന്ന് ഒരു പയ്യന്റെ കൂടെ വരും, ഇൻസ്റ്റയിൽ വരും, എന്നിട്ട് അവൻ ഇടിക്കും, ചവിട്ടും, കുത്തും, തൊഴിക്കുകയൊക്കെ ചെയ്യും. മനസ്സിലായോ? എടോ അത് തന്നെ. അത് ഇന്നലെ വന്ന് നിന്നിട്ട് പറയുന്നു, കഞ്ചാവ് കണ്ടെത്തിയത് ഞാനാണ്, അതിനുള്ള ധനം നൽകിയത് ഞങ്ങളാണെന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നു. അതിന് അർജന്റായിട്ട് ഒരു കൗൺസിലിംഗിന് കംപ്ലീറ്റ് അങ്ങനെയുള്ള സാധനം. കുട്ടി അർജന്റായിട്ട് എക്സൈസ് കണ്ടെത്തണം. എനിക്കൊന്ന് മൈനർ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അറിയില്ല, മൈനർ ആവാനുള്ള സാധ്യതയുണ്ട്. ആ കുട്ടി ഇത്രയും വേഗം ഈ എക്സൈസ് കണ്ടെത്തി അതിന് കൗൺസിലിംഗ് കൊടുക്കണം. കൗൺസിലിംഗ് അതല്ലേ പണി. എക്സൈസ് ആരിപ്പോ എങ്ങനെയായിരിക്കും വിചാരിക്കുന്നത്? നമുക്കതല്ലേ പണി. ഇനിയിപ്പോ എന്തെങ്കിലും സംഭവിക്കട്ടെ, അപ്പൊ പോവാം. പക്ഷേ ഈ അനിമോൻ സാർ ഇരിക്കുന്ന സമയത്ത്, അദ്ദേഹം റിട്ടയർ ആയി, അനിമോൻ സാർ ഇവിടെ ഇരിക്കുന്ന സമയത്ത് സാറ് കണ്ടുപിടിക്കും പിള്ളേരെ, ഇങ്ങനെയുള്ള പിള്ളേരെ സാർ കണ്ടുപിടിച്ചാൽ അദ്ദേഹം ഈ വിമുക്തിക്കകത്ത് കൗൺസിലിംഗ് കൊടുക്കും. സ്കൂളുകളിലാണെങ്കിലും അദ്ദേഹം ഇരുന്ന സമയത്ത് പിന്നെ ഇവിടെ സ്കൂളുകളെല്ലാം ഒതുക്കിയല്ലോ അദ്ദേഹം. ഇവിടെ എല്ലാം എന്താ സ്കൂളുകളിൽ നിന്നെല്ലാം വ്യാപകമായിട്ട് കഞ്ചാവ് പിടിക്കുമായിരുന്നു. ഇപ്പം അത് പെൺകുട്ടികളിൽ നിന്നാണ് കഞ്ചാവ് പിടിച്ചുകൊണ്ടിരുന്നത്. അപ്പം അദ്ദേഹം സ്കൂളുകളിൽ സ്കോഡിനേറ്റ് പിള്ളേരെ കണ്ടുപിടിച്ച് കൗൺസിലിംഗ് കൊടുത്ത് ഇത് കൊടുക്കുന്നവന്മാരെല്ലാം പിടിച്ചുകൊണ്ട് ഇടിക്കുകയും ചെയ്തു. ഇടിച്ചതല്ല, ഒതുക്കി അവന്മാരെല്ലാം കൈകാര്യം ചെയ്ത് സാറ് വെച്ച് റിട്ടയർ ആയിപ്പോൾ. ശരി.